ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലവർ മൈൻഡ് നഴ്സിംഗ് കോർണർ. ECG നോക്കി ഹാർട്ട് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ECG നോക്കി ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കാനായി നമ്മുടെ കയ്യിൽ വ്യത്യസ്ത തരം മെത്തേഡ്സ് ഉണ്ട്. ആദ്യമായി നമുക്ക് റെഗുലർ ആയിട്ടുള്ളൊരു ECGയുടെ ഹാർട്ട് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. എന്താണ് റെഗുലർ ECG? റെഗുലർ ECG എന്ന് വെച്ചാൽ രണ്ട് ആർ വേവുകൾ തമ്മിലുള്ള ദൂരം എല്ലാ ആർ വേവുകൾക്കിടയിലും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ള ECGയാണ് നമ്മൾ റെഗുലർ റിതം ECG എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർ ആയിട്ട് റിതമുള്ള ഒരു ECGയിൽ ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കുന്നതിനായി നമ്മുടെ കയ്യിൽ 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നാണ് സ്മോൾ ബോക്സ് കൗണ്ടിങ് മെത്തേഡ്. സ്മോൾ ബോക്സ് കൗണ്ടിങ് മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യമായി റെഗുലർ ആയിട്ടുള്ള ഒരു ECG എടുക്കുക, എന്നിട്ട് 2 RR ഇൻ്റർവെല്ലിന് ഇടയിലുള്ള സ്മോൾ ബോക്സുകൾ കൗണ്ട് ചെയ്യുക. സപ്പോസ് ഈ ECGയിൽ 2 RR ഇൻ്റർവെല്ലുകൾക്കിടയിലുള്ള സ്മോൾ ബോക്സുകളുടെ എണ്ണം 20 ആണ്. അങ്ങനെ 1500 ഡിവൈഡ് ബൈ 20 നമുക്ക് 75 എന്ന് കിട്ടും. അപ്പോൾ 75 ആണ് ഈ ECGയിൽ ഉള്ള ഹാർട്ട് റേറ്റ്. അടുത്ത മെത്തേഡാണ് കൗണ്ടിങ് ലാർജ് ബോക്സസ് ബിറ്റ്വീൻ RR ഇൻ്റർവെൽ. ഇതിനായിട്ട് നമ്മൾ റെഗുലർ ആയിട്ടുള്ളൊരു ECG എടുക്കുക, 2 RR ഇൻ്റർവെല്ലുകൾക്കിടയിലുള്ള ലാർജ് ബോക്സുകൾ കൗണ്ട് ചെയ്യുക. ഇപ്പോൾ മുകളിലത്തെ എക്സാമ്പിളിൽ നമുക്ക് RR ഇൻ്റർവെല്ലിനിടയിലുള്ള ലാർജ് ബോക്സുകൾ 4 എന്ന് കിട്ടി. ഈ 4നെ നമ്മൾ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 75 കിട്ടും. ഈ 2 മെത്തേഡുകളിലും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത് നമ്പർ ഓഫ് സ്മോൾ ബോക്സ് കൗണ്ട് ചെയ്യുന്നതാണ്. കാരണം RR ഇൻ്റർവെല്ലുകൾക്കിടയിലുള്ള ലാർജ് ബോക്സ് എപ്പോഴും നമുക്ക് ഈക്വലായിട്ട് കിട്ടണം എന്നില്ല. അടുത്ത മെത്തേഡാണ് ഡെയിൽ ദുബിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്. ഈ മെത്തേഡിനായി നമുക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ECG ആവശ്യമാണ്. അടുത്തതായി ഒരു ആർ വേവ് ഏതെങ്കിലും ഒരു ബോൾഡ് ലൈനിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ബോൾഡ് ലൈനിൽ കിടക്കുന്ന ഒരു ആർ വേവിനെ എടുത്തിട്ട് അടുത്ത ബോൾഡ് ലൈൻ 300, അതിൻ്റെ അടുത്ത ബോൾഡ് ലൈൻ 150, നെക്സ്റ്റ് 100, നെക്സ്റ്റ് 75, നെക്സ്റ്റ് 60, നെക്സ്റ്റ് 50, ഇങ്ങനെ ഓർഡറിങ് വെച്ചിട്ട് നമ്പർ കൊടുക്കുക. ഈ നമ്പർ പ്രകാരം ഏത് ബോൾഡ് ലൈനിലാണല്ലോ അടുത്ത ആർ വേവ് വരുന്നത്, ആ നമ്പറിൻ്റെ ഓർഡറാണ് ആ ECGയുടെ ഹാർട്ട് റേറ്റ്. അപ്പൊ ദുബിൻസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ECG എടുക്കുമ്പോൾ എന്നുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റ് ഒരു ആർ വേവ് ഒരു ബോൾഡ് ലൈനിന്റെ മുകളിൽ ലൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ.